വോട്ട് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയുണ്ട്. പക്ഷേ അത് വിജയത്തെ ബാധിക്കില്ല എന്നാണ് കെ പ്രേമചന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്നും കെ പ്രേമചന്ദ്രൻ പറയും. UDF സ്ഥാനാർത്ഥി കെ പ്രേമചന്ദ്രനാണ് ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ. അദ്ദേഹം ഒരു ഹാട്രിക് വിജയത്തിലേക്കുള്ള പോക്കാണ് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നത്. എന്നാലും കെ പ്രേമചന്ദ്രൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. എങ്കിലും അങ്ങയുടെ അവസാനവട്ട പ്രതീക്ഷ? ഞങ്ങൾ തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലും തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ജനങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ആ നിലപാട് തന്നെയാണ്. എന്നാൽ പോളിംഗ് ശതമാനം ഏതാണ്ട് 6.5% പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷേ അതൊരു തരത്തിലും തെരഞ്ഞെടുപ്പ് ജയത്തെ ബാധിക്കില്ല, സ്വാധീനിക്കില്ല. ഭൂരിപക്ഷത്തെ ഒരുപക്ഷെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് UDF പൊതുവായി വിലയിരുത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 64,000-ഓളം വോട്ടിൽ കുറവാണ് ഈ പ്രാവശ്യം. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷത്തെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു വിലയിരുത്തലാണ്. മറ്റു സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വ്യത്യാസം വന്നു എന്നും ഇരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന ഒരു അസസ്മെൻറ്റിൽ UDF എത്തിച്ചേർന്നത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഒരു നിശബ്ദ തരംഗം കൊല്ലത്ത് മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടാകെയുള്ളൊരു നിശബ്ദമായി UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് UDFൻ്റെ പൊതുവായ വിലയിരുത്തൽ. ഇതുതന്നെയാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞത്. ഇപ്പോഴും എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷവും ഞങ്ങൾ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അല്പസമയം മുമ്പ് മുകേഷ് പ്രതികരിച്ചത് കേരളത്തിൽ സംസ്ഥാന ഭരണത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ്. ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് പ്രസക്തമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാം. കേന്ദ്രവിരുദ്ധ വികാരത്തെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച മറ്റൊരു ഘടകം സംസ്ഥാന ഗവൺമെൻറ്റിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കുമെതിരായി ജനങ്ങളിലുണ്ടായിട്ടുള്ള പ്രതികരണമാണ്. പിണറായി വിരുദ്ധ വികാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള അമർഷമാണ് സമ്മതിദായകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേട്ടത്. അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരത്തോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ആ പ്രതിഫലനം നാളത്തെ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവസാന ചോദ്യം, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരായിട്ടുള്ള ഫലങ്ങളാണ് പലയിടത്തും വരുന്നത്. കേരളത്തിലും BJP 3 സീറ്റ് വരെ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നോക്കിക്കാണുന്നത്? കേരളത്തിൽ BJP 3 സീറ്റ് നേടുമെന്ന് BJPക്ക് പോലും അവകാശവാദമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാരണവശാലും സാധ്യമാകാത്ത, സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നവർ 1 മുതൽ 3 വരെ എന്നാണ്, ചിലർ 0 മുതൽ 3 വരെ എന്നാണ്. 0 ആകാം 1 ആകാം. 3ലേക്കൊന്നും പോകുന്ന ഒരു സാധ്യതയും സാഹചര്യവും കാണാൻ, ഒരു സീറ്റിലും ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം ഞങ്ങളൊക്കെ ബോധ്യപ്പെട്ടതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ BJPക്ക് ഈ പ്രാവശ്യവും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമില്ല. നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് LDFും UDFും തമ്മിൽ ഉണ്ടായ സാഹചര്യത്തിൽ UDF തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ജയിക്കാനാണ് സാധ്യത. ഏതെങ്കിലും കാരണവശാൽ വ്യതിയാനം വന്നാൽ പോലും BJPയുടെ ജയസാധ്യത വളരെ വളരെ പരിമിതമാണ്. അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത അല്പം പോലും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും അദ്ദേഹം BJPയുടെ സാധ്യത കേരളത്തിലില്ല എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എല്ലാ ദിവസത്തെയും പോലെയും കെ പ്രേമചന്ദ്രൻ ഇതേ ദിവസവും മറ്റു പരിപാടികളുമൊക്കെയായി തിരക്കിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, കൊല്ലം.